ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് സെൻറ്റർ ഓഫ് മാസ് എന്നതിനെ പറ്റിയിട്ടാണ്. സെൻറ്റർ ഓഫ് മാസ് എന്താണ്, അത് ബോഡിയുടെ എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനെ പറ്റിയിട്ടാണ്. വിച്ച് മീൻസ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബോർഡ് പരീക്ഷയ്ക്ക് ഇപ്പം പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബോഡിയെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ബോഡി ഈസ് പ്ലേസ്ഡ്. ഓക്കെ, ലെറ്റ് us കൺസിഡർ എ ബോഡി ഹിയർ. ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിൽ ഞാനൊരു ബോഡിയെ കൺസിഡർ ചെയ്യുകയാണ്. ദിസ് ഇസ് ദ ബോഡി. ഓക്കെ, ഹാവിങ് മാസ് എം. അപ്പോൾ ഈ ബോഡിയുടെ മാസ് എം ആണ്. എം എന്ന് കൊടുക്കുക ഞാൻ. ഓക്കെ, സോ മാസ് ഓഫ് ദ ബോഡി ഈസ് സ്മോൾ എം ആൻഡ് ഇറ്റ് ഈസ് ദ പോയിൻറ്റ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു ബോഡിയെ സംബന്ധിച്ച് സപ്പോസ് നമ്മളിത് ബോഡിയുടെ മുകളിൽ ഇങ്ങനെയൊരു ഫോഴ്സ് കൊടുത്ത്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത്, ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത്, ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയൊരു ഫോഴ്സ് കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഈ ബോഡിക്ക് ഈ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിൽ എന്തുണ്ടാകും, ഒരു ആക്സലറേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ആക്സലറേഷൻ എത്രയാണ്, അതുപോലെ തന്നെ ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോഡി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മാസസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓൺ ദ ബോഡി നെറ്റ് ഫോഴ്സ്, നെറ്റ് ഇൻറ്റേർണൽ ഫോഴ്സ് 0. ഓക്കെ, അതായത് വേറെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കറിയാം ഇൻറ്റേർണൽ ഫോഴ്സുകൾ എന്ന് പറയുമ്പം അതെപ്പോഴും ഒരു ബോഡിയിൽ ഈക്വൽ ഓപ്പോസിറ്റ് പെയർ ആയിട്ടാണ് നമ്മൾ കാണുക. അതുകൊണ്ട് അതെന്ത് ചെയ്യും, ക്യാൻസലായി പോകും. അങ്ങനെ വരുമ്പം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ആ പറയുന്ന നെറ്റ് ഇൻറ്റേർണൽ ഫോഴ്സ് 0 ആകുന്നത്. അതുകൊണ്ട് ഈ ബോഡിയുടെ ആക്സലറേഷനായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷനാണ്. ദാറ്റ് മീൻസ് മൊത്തം മാസ് ആ പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കണക്കാക്കണം. 1. 2, ഈ സെൻറ്റർ ഓഫ് മാസിന് കിട്ടുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം വേറെ ഫോഴ്സുകളൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ആകെ ഉണ്ടായിരുന്ന നെറ്റ് ഇൻറ്റേർണൽ ഫോഴ്സ് 0 പോയിട്ടുണ്ട്. മറ്റേതെങ്കിലും ഒരു പോയിൻ്റായിട്ട് പരിഗണിക്കുമ്പോൾ നമുക്ക് അതങ്ങനെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നതിൻ്റെ ആക്സലറേഷനാണ് എ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് പറയാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എക്സ് സി എം ഇസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സെട്രാ പ്ലസ് mn xn ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം, m1 പ്ലസ് m2 പ്ലസ് എക്സെട്രാ പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം, mn എന്ന് കൊടുക്കാം. അല്ലേ? പോരാത്തതിന് നമ്മളിതിനൊരു ഷോർട്ടായിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, സമ്മേഷൻ ഓഫ് m1 അല്ലേ, ആ ഒരു ഫോമിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫംഗ്ഷനിൽ ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന m1 പ്ലസ് m2 പ്ലസ് എക്സെട്രാ പ്ലസ് mn എന്ന് പറയുന്നത് ടോട്ടൽ മാസാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സി എം ഇസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സെട്രാ പ്ലസ് mn xn ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M എന്നിട്ട് കൊടുക്കുക. ഓക്കെ, ടോട്ടൽ മാസിനെ. അപ്പോൾ ഇതിനെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. m ഇൻറ്റു എക്സ് സി എം ഓക്കെ ഇസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് എക്സെട്രാ പ്ലസ് mn xn. Okay, now you can differentiate both sides with respect to time. If so, m into d by dt of x cm okay is equal to m1 into d by dt of x1 plus m2 into d by dt of x2 plus etc plus mn into d by dt of xn എന്ന് കിട്ടും.
ഇനി നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സോ ഐ റൈറ്റ് ഹിയർ എം ഇൻറ്റു ദിസ് കുഡ് ബി ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് and the other side is m1 into v1 into v1 plus m2 into v2 plus etc plus mn into vn. Thus velocity of center of mass become m1 v1 plus m2 v2 plus etc plus mn vn whole divided by m. So this could be the velocity of center of mass of this body. So that equation written here. ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്തു, ഒരിക്കൽ കൂടെ വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ച് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അടുത്ത ഇക്വേഷനായിട്ടുള്ള ആക്സലറേഷൻ ഓഫ് എന്ത് കിട്ടും, സെൻറ്റർ ഓഫ് മാസും കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, കാരണം ആക്സലറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡി വി ബൈ ഡി ടി ആണ്. ഓക്കെ, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. സിമിലർലി വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ഇത് നിങ്ങൾ ലീനിയർ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിൽ ഗിവ് യു ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. Second derivative of position of center of mass will give you the acceleration. കാരണം വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ പൊസിഷനെ നമുക്ക് എന്ത് ചെയ്യണം, 2 times നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. കാരണം ഈ കാണുന്ന എനെ നമുക്ക് എങ്ങനെയും എഴുതാം, ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ആസ് പെർ ദ ബോർഡ് സിലബസ് സർട്ടൻ കോൺഫിഗറേഷൻസിൻ്റെ മൊമെൻ്റ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് അറ്റ്ലീസ്റ്റ് 1 or 2 ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താൻ നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യം നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ ആദ്യത്തെ വാക്കായിട്ടുള്ള മൊമെൻറ്റ്, രണ്ടാമത്തെ വാക്കിൽ ഇനേർഷ്യ, ഇത് രണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമ്മൾ പറയുന്ന പേരാണ് മൊമെൻറ്റ്, അല്ലേ, മൊമെൻറ്റ്സ്. ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ദ ഇൻഎബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റസ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ്, ഓക്കെ, ബൈ ഇറ്റ് സെൽഫ്. ഏതെങ്കിലും ഒരു ബോഡിക്ക് സ്വയം അതിൻ്റെ സ്റ്റേറ്റസ് മാറ്റാനുള്ള ഒരു കഴിവില്ലായ്മയുടെ പേരാണെന്ത്, ഇനേർഷ്യ, അല്ലേ. സോ ഇറ്റ്സ് സം കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്, ഒരു ആക്ഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എന്താണ്, കഴിവില്ലായ്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇനേർഷ്യ എന്നുള്ളത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഒരു ലീനിയർ മോഷനെ പറ്റിയിട്ടല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷനെ പറ്റിയിട്ടാണ്. അതായത് ഇവിടെ ഒരു ബോഡി ഒരു ആക്സിസിൻ്റെ ബേസിൽ എന്ത് ചെയ്തു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു സിറ്റുവേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഒരു ബോഡിയുടെ എബിലിറ്റി, അല്ലേ. അപ്പോൾ നമുക്കിപ്പം ഒരു എക്സാമ്പിളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോഡിയെ കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് us കൺസിഡർ എ ബോഡി. ഇപ്പം ആ ബോഡിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ദ ബോഡി. ഓക്കെ, ഈ ബോഡി ഈ കാണുന്ന ഒരു എന്താണ്, ട്രാജക്ടറി. സി ദിസ് ഈസ് ദ ആക്സിസ്. ഓക്കെ, ഇങ്ങനെ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കറങ്ങാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ഈ കാണുന്ന ബോഡി ഈ പറഞ്ഞിരിക്കുന്ന ആക്സിസിൽ നിന്നും ഏകദേശം നമുക്കറിയാം R1 ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ എന്താണ് ബോഡിയുടെ തന്നെ ഒരു കേസിൽ നമുക്കിവിടെ ഒരു
ബോഡിയെ കൺസിഡർ ചെയ്യാം. So this is the one, same kind of particle. Okay. So which is located at R2 distance from the axis. Okay. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഈ കാണുന്ന ആക്സിസിനെ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ, അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ അതിനെ പിടിച്ച് കറക്കി. ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ആ മൊമെൻറ്റിൽ തന്നെ മോഷനിലേക്ക് വരാൻ ശ്രമിക്കുന്നത് ആ ആക്സിസിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർട്ടിക്കിളായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന ഒരു പാർട്ടിക്കിളും ബി എന്ന് പറയുന്ന പോയിന്റിലെ പാർട്ടിക്കിളും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആ റൊട്ടേഷണൽ മോഷനിലേക്ക് വരാൻ അല്ലേ പെട്ടെന്ന് തന്നെ ശ്രമിക്കുന്നത് ബി പാർട്ടിക്കിളായിരിക്കും എയേക്കാളും. അപ്പോൾ നമ്മളിവിടെ പറയുമെന്ത്, എക്ക് എന്തുണ്ട്, ഒരു റൊട്ടേഷണൽ ഇനേർഷ്യയുണ്ട്. അതായത് അത് കൂടുതലാണ്. കാരണം അയാൾ ആക്സിസ് എന്താണ് കറങ്ങുന്നത്, ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കറങ്ങാൻ ശ്രമിക്കുമ്പം അത് വളരെ എളുപ്പത്തിൽ കറങ്ങാൻ ശ്രമിക്കുന്നത് എക്സിന് അടുത്തുള്ള പാർട്ടിക്കിളാണെങ്കിൽ അകലം തോറും അതിൻ്റെ എന്ത് പ്രോപ്പർട്ടി കൂടുന്നുണ്ട്, റൊട്ടേഷണൽ ഇനേർഷ്യ കൂടുന്നുണ്ട്. ആ റൊട്ടേഷണൽ ഇനേർഷ്യയെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ജനറലി നമ്മൾ ഒരു പോയിൻ്റ് മാസിന് ഫോർ എ പോയിൻ്റ് മാസിന് നമ്മൾ പൊതുവേ എഴുതാറുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I is equal to m into r square. ഓക്കെ, m into r square എന്നാണ് നമ്മൾ എഴുതുക ഫോർ എ പോയിൻ്റ് മാസിന്. ഓക്കെ, അതായത് മാസ് ഇൻറ്റു എന്താണ്, ആ പറയുന്ന പോയിൻ്റ് മാസ് എത്ര ഡിസ്റ്റൻസിലാണോ ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് മൾട്ടിപ്ലൈ m into r square. ഇനിയിപ്പം നിങ്ങൾക്ക് തരുന്ന ബോഡി ഇറ്റ്സ് not only a point mass, it consists of number of point masses. അപ്പോൾ അങ്ങനെ വരുമ്പം അതിൻ്റെ മൊമെൻ്റ് ഇനേർഷ്യ നമ്മൾ എങ്ങനെയാണ് പറയുക, ലെറ്റ് us consider a body like this. ഓക്കെ, ഈ കാണുന്ന ബോഡിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ആക്സിസ് അങ്ങ് ഇമാജിൻ ചെയ്ത്, ദിസ് ഇസ് ദ ആക്സിസ്. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് മാസ്, ഈ കാണുന്ന ബോഡി ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കറങ്ങാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പം ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിളിനെ എടുത്തു, ഇവിടെ ഒരു പാർട്ടിക്കിളിനെ എടുത്തു, ഇവിടെ ഒരു പാർട്ടിക്കിളിനെ എടുത്തു. ഓക്കെ, ആൻഡ് നൗ യു ക്യാൻ കൺസിഡർ വൺ ഹിയർ. ഓക്കെ, വൺ ഹിയർ. ഓക്കെ, ഈ കാണുന്ന പാർട്ടിക്കിൾസ് എല്ലാം ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഒരു സം ഡിസ്റ്റൻസ്, ഇവിടെ ഇയാൾ ഈ കാണുന്ന പാർട്ടിക്കിൾ ഏകദേശം R1 ഡിസ്റ്റൻസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾ R2 ഡിസ്റ്റൻസിൽ, ആൻഡ് ദിസ് ഇസ് R3 ഡിസ്റ്റൻസിൽ, ആൻഡ് ഹിയർ R4 ഡിസ്റ്റൻസ്, ആൻഡ് ഹിയർ R5 ഡിസ്റ്റൻസ്. കണ്ടോ? അപ്പോൾ ഇവിടെ M1 എന്ന് പറയുന്ന മാസ് ലൊക്കേറ്റഡ് അറ്റ് R1 ഡിസ്റ്റൻസ്, M2 R2 ഡിസ്റ്റൻസ്, M3 R3 ഡിസ്റ്റൻസ്, M4 R4 ഡിസ്റ്റൻസ്, M5 R5 ഡിസ്റ്റൻസ്. കണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് കളക്ഷൻ ഓഫ് പോയിൻ്റ് മാസസ് ആയിരിക്കുമ്പം ഈ സിറ്റുവേഷനിൽ നമ്മൾ മൊമെൻ്റ് ഇനേർഷ്യ പറയേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ എഴുതാം, I is equal to m1 r1 square plus m2 r2 square plus etc plus mn rn square. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് മാസ് ആണെങ്കിൽ m into r square, കളക്ഷൻ ഓഫ് സച്ച് മാസസ് ആയിരിക്കുമ്പം സം ഓഫ് ദി മൊമെൻ്റ് ഇനേർഷ്യാസ് ഓഫ് ഈച്ച് വൺ ആണ് നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഓഫ് ദാറ്റ് ഡിസ്റ്റൻസ് RMS ആവറേജ് ആണ്. അതായത് ഇപ്പം R1 R2 R3 കുറേ ഡിസ്റ്റൻസ് നിങ്ങൾ കാണുന്നുണ്ട്. ആ ഡിസ്റ്റൻസുകളുടെ ഒരു ആവറേജ് വാല്യൂ ഉണ്ട്. ആ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ പോണത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി എഴുതുന്ന ഈ ഇക്വേഷനകത്ത്
കെ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയസ് ഓഫ് എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ഗൈറേഷൻ ആക്ച്വലി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് r സ്ക്വയർ n ഹോൾ ഡിവൈഡഡ് ബൈ n. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു പോയിൻ്റ് മാസ് സിറ്റുവേഷനിൽ നമുക്കിങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഒരു സ്ക്വയറിൻ്റെ അല്ലേ, ഇപ്പോൾ ഇതൊരു സ്ക്വയറാണ്, ഈ സ്ക്വയറിൻ്റെ കോർണറുകളിൽ നമ്മൾ ഈക്വൽ മാസുകൾ പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു മാസ് എന്താണ് പ്ലേസ് ചെയ്തു. ഓക്കെ, ഈക്വൽ മാസ് നമ്മൾ പ്ലേസ് ചെയ്തു. 1 ഹിയർ, 1 ഹിയർ, 1 ഹിയർ, 1 ഹിയർ. ഓക്കെ, what is the moment inertia of this system about an axis passing through its center? ഓക്കെ, ഇതേപോലൊരു ആക്സിസ് തന്നിട്ട് ഈ ആക്സിസിൻ്റെ ബേസിൽ ആ കാണുന്ന ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്രയുണ്ടാകുമെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്നൊരു ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന ലെങ്ത്ത് നിങ്ങൾക്ക് ഇപ്പം എ എന്നെടുക്കാൻ സാധിക്കുമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ, ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്ത് 2a ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എ എന്നെടുക്കുവാണെങ്കിൽ ദിസ് ഇസ് എ. ഓക്കെ, ദിസ് ഇസ് എ ആൻഡ് ഹിയർ m1, m2, m3, m4. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് ചോദിക്കുമ്പോൾ അബൌട്ട് ദിസ് ആക്സിസ് ആണ് നമ്മൾ പറയുന്നത്. I is equal to നമുക്കിങ്ങനെ കൊടുക്കാം m1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് m2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് m3 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് m4 ഇൻറ്റു എന്താണ് എ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാസുകൾ സെയിം ആണ്, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ മാസ് സെയിം അല്ല എങ്കിൽ ഇവിടെ എ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് നമുക്ക് m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം? m4 ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? എ സ്ക്വയർ എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ പറയുന്ന മാസുകൾ എന്ത് മാസായിരിക്കണം? പോയിൻ്റ് മാസുകളായിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഇങ്ങനെയൊരു കണ്ടീഷൻ നമ്മൾ ഫോളോ ചെയ്യാൻ പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് സെയിം നമുക്ക് ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും നോക്കണം. ഫോർ എക്സാമ്പിളിന് ഇപ്പം നമുക്കിവിടെ ഒരു റെക്റ്റാങ്കുലാർ ഒരു റോഡ്, സച്ച് ഷേപ്പ് റോഡ് ഹാവിങ് മാസ് m and length L, having mass m and length L. ഓക്കെ, അപ്പോൾ L ലെങ്ത് ഉള്ള m മാസ് ഉള്ള ഒരു ബോഡി. അപ്പോൾ ഈ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാനിതിൻ്റെ ആക്സിസ് എക്സാക്ട്ലി ഈ കാണുന്ന റോഡിൻ്റെ മിഡിൽ വെച്ചതാ. സി, ദിസ് ഈസ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ മൈസെൽഫ് ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ലെങ്ത്ത് ഹാഫ് ഓഫ് ദി ലെങ്ത് ആണ്. സെയിം യു വിൽ ഒബ്സർവ് ഹിയർ. സി ദിസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്കിതിനെ പ്ലസ് L/2 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് -L/2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ വിൽ ഫോളോ ഇൻ ഇക്വേഷൻ ദാറ്റ് ഈസ് I is equal to integral dm into x square.
ഓക്കെ, ഡി എം ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ ഡി എം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന മെറ്റീരിയലിൽ ഇപ്പോൾ നിങ്ങളെടുത്ത റോഡിൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു ചെറിയൊരു പീസിൻ്റെ മാസാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ആ മാസ് ഇവിടെ ആ ഒരു ചെറിയ സെക്ഷൻ്റെ മാസാണ് നമ്മൾ ഡി എം എന്ന് പറയുന്നത്. സോ ഐ വിൽ കൺസിഡർ ദാറ്റ് വൺ ഹിയർ. സി ഇങ്ങനെയൊരു ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്തു. ഈ പോർഷൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി എം എന്ന് പറയുന്നത്. ഈ പോർഷൻ ഏകദേശം ഈ കാണുന്ന ആക്സിസിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിൽ ലൊക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാസാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡി എം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്താണ് എത്ര, ഡി എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി എം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസിനെ ടോട്ടൽ ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ലെങ്ത്ത് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? അതായത് ഇപ്പം 10 കിലോഗ്രാം മാസുള്ള 10 മീറ്റർ നീളമുള്ള ഒരു റോഡ്, അങ്ങനെയാണെങ്കിൽ അതിൽ 1 മീറ്ററിൻ്റെ മാസ് എത്രയെന്ന് ചോദിക്കും. അപ്പോൾ 10 കിലോഗ്രാം മാസുള്ള റോഡിനെ 10 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 കിലോഗ്രാം പെർ മീറ്റർ എന്ന് കിട്ടും അല്ലേ. 1 മീറ്ററിന് എത്ര കിട്ടും, 1 കിലോഗ്രാം. അപ്പോൾ നമ്മളതെങ്ങനെ ചെയ്യുക, 10/10 ഇൻറ്റു 1 മീറ്റർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 എന്ന് തന്നെയാണ് കിട്ടുക. അതായത് മൊത്തം മാസിനെ മൊത്തം ലെങ്ത്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ ലെങ്ത്ത്, എത്ര ലെങ്ത്തിൻ്റെ മാസാണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ മാസ് കിട്ടും. അപ്പോൾ ഇതൊന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന വാല്യൂവിനെ ചിലപ്പോൾ നിങ്ങൾ എന്താണ് ലാംഡ ഡി എക്സ് എന്നൊക്കെ പലപ്പോഴായിട്ട് പല പല ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് മാസ് ബൈ ലെങ്ത്തിനെയാണ് ലാംഡ എന്ന് വിളിക്കുക. അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ് ലാംഡ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ലാംഡ ഈസ് മാസ് ബൈ ലെങ്ത്ത്. വൺസ് യു ആർ ഏബിൾ ടു കാൽക്കുലേറ്റ് ദ ഡി എം ആസ് പെർ ദ ഗിവൺ. കാരണം ഇവിടെ ഇപ്പം നിങ്ങളുടെ റോഡിൻ്റെ ലെങ്ത്താണ് യൂസ് ചെയ്യുന്നത്. ഇനി ചില സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഡിസ്ക് എന്ന് പറയുമ്പോൾ ഏരിയ ആയിട്ട് മാറും, സ്ഫിയർ എന്ന് പറയുമ്പം വോളിയമായിട്ട് മാറും. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ മാസ്, അതായത് ഇപ്പം നിങ്ങൾ ഇത്തരത്തിലുണ്ടാവുന്ന എലമെൻറ്റ്സ് ചേരുമ്പോൾ ആ റോഡായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊരു ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഡി എമ്മിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഈ പ്രോബ്ലം മുന്നോട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ -L/2 ടു +L/2 ആണ് ഇൻ്റഗ്രൽ. ഡി എം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, m/L ഇൻറ്റു ഡി എക്സ് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ. ഓക്കെ, സോ നൗ ദ പ്രോസസ് ഈസ് ഇൻ്റഗ്രേറ്റ്. കാരണം m/L ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് m/L പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇട്ടു. m/L ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, എക്സ് സ്ക്വയർ ഡി എക്സ് ലിമിറ്റ് -L/2 ടു എത്രയാണ്, +L/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എക്സിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് m/L ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³/3 ആണ്. ഇതിൻ്റെ ലിമിറ്റ് -L/2 ടു എത്രയായിരിക്കും, +L/2 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. ഇനി നിങ്ങളിവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് m/L ഇൻറ്റു അത് പുറത്താണ് ബ്രാക്കറ്റിൽ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു. അതിലൂടെ ഒരു 3യും കൂടെ കിടപ്പുണ്ട്. ആ 3യെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പുറത്തേക്ക് പിടിച്ചിട്ടു. അപ്പോൾ നമുക്ക് 3L എന്നാക്കി മാറ്റാം. ബ്രാക്കറ്റിൽ +L/2 ക്യൂബ് -L/2 ക്യൂബ്. കണ്ടല്ലോ, അപ്പർ ലിമിറ്റ് മൈനസ് എന്താണ്, ലോവർ ലിമിറ്റ്. അതായത് മേലെ കാണുന്ന വാല്യൂ ആദ്യം എക്സിന് ഇട്ട് കൊടുക്കുക, പിന്നെ താഴെ കാണുന്ന വാല്യൂ എടുത്തിട്ട് കൊടുക്കുക, എന്നിട്ട് അവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, m/3L പുറത്തുണ്ട്, ബ്രാക്കറ്റിൽ L³ 8 അല്ലേ, 2ൻ്റെ ക്യൂബ് എത്ര ഉണ്ടാവുക, 8 ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റു മൈനസ്, ആ മൈനസും ഇവിടെ -L³ ആണ്, ഇത് പ്ലസ് ആയിട്ട് വരും. അപ്പോൾ +L³/8 ലിമിറ്റ് കൊടുക്കുമ്പോൾ. സോ ഇഫ് സോ ഞാൻ ആ റിസൾട്ട് ഒന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതാം. I is equal to m/3L ഇൻറ്റു
ബ്രാക്കറ്റിൽ എൽ ക്യൂബ് ബൈ 8 പ്ലസ് എൽ ക്യൂബ് ബൈ 8 ഇസ് ഈക്വൽ ടു 2L³ ബൈ എത്രയാണ് 8 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആൻസർ ഈസ് m ഇൻറ്റു L² ബൈ എത്ര കിട്ടി 12 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് മൊമെൻ്റ് ഇനേർഷ്യ ഓഫ് റോഡ് അബൌട്ട് എൻ ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ബോഡിയുമായിട്ട് ഇതേ കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ.